TCSന്റെ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട കേസിൽ അവിടുത്തെ HR മാനേജറായിട്ടുള്ള നിതാ ഖാന് തീവ്രവാദ ബന്ധമുണ്ട് എന്ന് പറയുന്നത് ശരിയാണോ സർ? അപ്പോൾ ഓൾറെഡി NIA കേസിൽ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് NIA അന്വേഷിക്കുന്നത്? NIA അന്വേഷിക്കുമ്പോൾ അതിനകത്ത് അങ്ങനെ ഒരു ഘടകമുണ്ട്. ആ ഘടകം വളരെ വ്യക്തമായി ഇപ്പോൾ മുംബൈ പോലീസ് സൂചിപ്പിച്ചു കഴിഞ്ഞു. അവർക്ക് ജമാഅത്ത് ഉൽ മെമിനാത്ത് എന്ന് പറഞ്ഞൊരു സംഘടന, അതൊരു വനിതാ സംഘടനയാണ്. വനിതാ സംഘടന എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എന്ന് പറയുന്ന PK ശ്രീമതിയുടെ സംഘടന പോലെ അല്ല. ഇത് ജയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന ഭീകര പ്രസ്ഥാനത്തിൻ്റെ വനിതാ വിംഗാണ് ജമായത്ത് ഉൽ മെമിനാത്ത്. ജമായത്ത് ഉൽ മെമിനാത്ത് എന്ന് പറയുന്ന സംഘടന ഇന്ത്യയിൽ രൂപീകരിക്കാൻ ചുമതലയുണ്ടായിരുന്ന ഒരു സ്ത്രീയുടെ പേര് പ്രജിത കേട്ടിട്ടുണ്ടാവും. ഷഹീൻ ഷാഹിദ് എന്നായിരുന്നു പേര്. ഷഹീൻ ഷാഹിദ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടുകയല്ല. നമുക്ക് ഡൽഹി സ്ഫോടനം നടന്നില്ലേ? ഡൽഹി സ്ഫോടനം നടന്നപ്പോൾ മസുമിൽ എന്ന് പറയുന്ന ഒരു ഡോക്ടർ, ഉമർ നബി എന്ന് പറയുന്ന ഒരുത്തനാണ് വന്നിട്ട് പൊട്ടിത്തെറിച്ചത്. ഡൽഹിയിൽ മെട്രോ റെയിലിൻ്റെ ഗേറ്റ് നമ്പർ 1 വെച്ച് പൊട്ടിത്തെറിച്ചത് ഉമർ നബിയാണ്. ഉമർ നബിക്ക് എല്ലാ ഒത്താശയും ചെയ്ത് ഈ സ്ഫോടനം നടത്താൻ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിൻ്റെ വാർഷിക ദിനത്തിൽ അത്രയും എത്ര വർഷം ആയോ അത്രയും സ്ഥലത്ത് സ്ഫോടനം നടത്താനുള്ള പദ്ധതിയാണ് ആസൂത്രണം ചെയ്തത്. അതിനു വേണ്ടിയിട്ട് എല്ലാ ഒത്താശയും ചെയ്തത് അൽഫല യൂണിവേഴ്സിറ്റി, ഓർക്കുന്നുണ്ടല്ലോ, അൽഫല ഹരിയാനയിലെ അൽഫല യൂണിവേഴ്സിറ്റിയിലെ മെഡിക്കൽ കോളേജിലെ ലാബിലാണ് കാര്യങ്ങളെല്ലാം ചെയ്തത്. അപ്പോൾ ഈ മസുമിലിന് ഒരു കാമുകി ഉണ്ടായിരുന്നു. ആ കാമുകിയുടെ പേര് ഡോക്ടർ ഷഹീനായിരുന്നു. ആ ഡോക്ടർ ഷഹീനായിരുന്നു ഇന്ത്യയിൽ ഈ ജമായത്ത് ഉൽ മൊമിനാത്ത് എന്ന് പറയുന്ന സംഘടന കെട്ടിപ്പടുക്കാനുള്ള ചുമതല ഏറ്റെടുത്തത്. അപ്പോൾ ഈ പ്രേക്ഷകർ ഓർമ്മിക്കുന്നില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഈ ഷഹീൻ ഷാഹിദിനെ പോലീസ് തെരഞ്ഞു. ഈ ഉമർ നബി പൊട്ടിത്തെറിച്ചു, ചാവേറായി കൊല്ലപ്പെട്ടു. മസുമിലിനെ തേടി പോലീസ് നടക്കുമ്പോൾ ഇവർ ഒരു വെളുത്ത സ്വിഫ്റ്റ് ഡിസയർ കാറിൽ രക്ഷപ്പെട്ടു. ഈ സ്വിഫ്റ്റ് ഡിസയർ കാറിൽ പോകുമ്പോൾ ഇവരുടെ കാറിൻ്റെ ഡിക്കിയിൽ ഒരു AK-47 തോക്കുണ്ടായിരുന്നു. ഇവരെന്ത് ചെയ്തു? പോകുന്ന വഴിക്ക് AK-47 തോക്കെടുത്ത് കാട്ടിൽ കളഞ്ഞിട്ടാണ് ഇവർ ഓടിപ്പോയി. പക്ഷേ ഇവരെ പിടികൂടി. അപ്പോൾ മൊസമിലിൻ്റെ കാമുകയായിരുന്നു. അവർ ഭർത്താവുമായി ബന്ധം പിരിഞ്ഞ് മൊസമിലിൻ്റെ കൂടെയായിരുന്നു. ഇവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇത് ഈ ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ 33-34 സ്ഥലത്തും സ്ഫോടനങ്ങൾ നടത്തി ചാവേറാക്രമണം നടത്താനുള്ള പദ്ധതിയാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ ഒരു സ്ഥലത്ത് മാത്രമേ സ്ഫോടനം നടത്താൻ കഴിഞ്ഞുള്ളൂ. ഇവർ പിടിയിലാവുകയും ചെയ്തു. അങ്ങനെയുള്ള ഈ ഷഹീൻ ഷാഹിദുമായി നമ്മുടെ നിതാ ഖാൻ എന്ന് പറയുന്ന ഈ TCSലെ HR മാനേജർ കൂടിക്കണ്ടിരുന്നു എന്നതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പോലീസിന് കിട്ടി. 2021 നിതാ ഖാൻ ഈ TCSൽ ജോലിക്ക് ചേരുന്നത്. അവിടുത്തെ ഒരു സർവകലാശാലയിൽ നിന്ന് BCom ബിരുദം, പിന്നെ വിദൂര വിദ്യാഭ്യാസം MBA ഒക്കെ നേടി. അത്രയൊക്കെ ഉള്ള ഒരാൾ എങ്ങനെ TCS പോലെയുള്ള കമ്പനിയിൽ കടന്നു കയറിയെന്നറിയില്ല. മാത്രമല്ല TCS കമ്പനി ഇന്ത്യയിൽ ചെയ്യുന്നത് ആധാർ കാർഡ് അവർ ചെയ്യുന്നുണ്ട്. പാസ്പോർട്ട് നമ്മൾ അറിയാം. പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളിൽ നമ്മൾ ചെന്നാൽ പാസ്പോർട്ടിൻ്റെ ആപ്ലിക്കേഷൻ പരിശോധിച്ച് അത് പോലീസ് വെരിഫിക്കേഷന് മുമ്പുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി പാസ്പോർട്ട് തയ്യാറാക്കി കൊടുക്കുന്ന ചുമതല TCSനാണ്. ആ TCSൻ്റെ നാസിക്കിലെ HR മാനേജറായിരുന്നു. അവിടുത്തെ ടീം ലീഡർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ. അതിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഈ ആക്സിസ് ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡിൻ്റെ തിരിച്ചറിവ് കിട്ടാൻ വേണ്ടി കോൾ ചെയ്യുന്ന കോൾ സെൻ്ററൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, TCS ആണ് ആധാറും പാസ്പോർട്ടും വിതരണം ചെയ്യുന്ന സ്ഥാപനം. നാസിക്കിലെ ഇവരുടെ ഈ BPOയുമായി ബന്ധപ്പെട്ട അവിടുന്നും ആധാറിൻ്റെയും പാസ്പോർട്ടിൻ്റെയും ജോലികൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ റോഹിംഗ്യൻസിന്, ബംഗ്ലാദേശികൾക്കൊക്കെ ആധാർ അല്ലെങ്കിൽ നിയമപരമായി കണ്ടുപിടിക്കാൻ, കള്ളനോട്ട് പോലെ തന്നെ പാകിസ്ഥാനിൽ അച്ചടിച്ച കള്ളനോട്ട് കണ്ടുപിടിക്കാൻ വഴിയില്ല എന്ന് പറയുന്ന പോലെ നിയമപരമായി അത്ര പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒഫീഷ്യലായിട്ടുള്ള ആധാറും പാസ്പോർട്ടും വ്യാജമായി നിർമ്മിച്ചു കൊടുക്കാൻ TCSലെ ഈ ഇസ്ലാമിക സംഘം സഹായിച്ചിട്ടുണ്ടോ എന്നുള്ള അന്വേഷണം ഇപ്പോൾ NIA നടത്തും. ഇതാണ് ഏറ്റവും പുതിയ വിവരം. അപ്പോൾ നമ്മൾ നോക്കേണ്ടത്, അപ്പോൾ വെറുതെ ഇപ്പോൾ ആളുകൾ പറയുന്നുണ്ട്, ഇപ്പോൾ കുറച്ചു മുന്നോട് പ്രജിത പറഞ്ഞില്ലേ, ഏഷ്യാനെറ്റിലെ മറ്റോ വാർത്ത വന്നല്ലേ, അതായത് ബജറംഗദളാണ് ഈ കേസ് ഉണ്ടാക്കിയത്.
അതൊക്കെ കയ്യിൽ നിന്നൊക്കെ പോയടേ. ഇത് നേരത്തെ മുമ്പൊരു വീഡിയോ നമ്മൾ പറഞ്ഞതുപോലെ ഈ വേൾഡ് ട്രേഡ് സെൻറ്റർ തകർത്തത് ഞങ്ങളല്ല, ഇസ്ലാമിസ്റ്റുകളല്ല. ബിൻ ലാദനാണേ. ബിൻ ലാദനെ അമേരിക്ക കൊന്ന് ചാരമാക്കി കടലിലൊഴുക്കി. എന്നിട്ടോ ഇവർ പറയുന്നത് എന്താ? ജൂതന്മാരാണ്. അപ്പോൾ ലോകത്ത് എവിടെ എന്ത് ഭീകരപ്രവർത്തനം ഇവർ ചെയ്താലും ഉടനെ എന്ത് ചെയ്യും? മറ്റുള്ളവരുടെ തലയിലേക്ക് വെക്കും എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ ഇന്ത്യയിൽ വളരെ ആസൂത്രിതമായി ഒരു വലിയ ഇന്ത്യ ഇപ്പോൾ നോക്കൂ, ഇതിലൂടെ ഇടിഞ്ഞു പോയത് ആരുടെ ഒരു യശസ്സാണ്? TCS എന്ന് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു ടാറ്റയുടെ ഒരു സ്ഥാപനത്തിൻ്റെ ഗുഡ് വില്ല് കൊണ്ടുപോയി. അവിടെ നടക്കുന്ന അവിടുത്തെ ടീം ലീഡർമാർ, ഇപ്പോൾ ഒരുപാട് വീഡിയോ പുറത്തു വരുന്നുണ്ട്. ഈ പറയുന്ന പ്രതികളായിട്ടുള്ള ഇപ്പോൾ 8 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഡാനിഷ് ഷെയ്ഖ്, തൗസീഫ് അട്ടാർ, റാസ മേമൻ, ഷാറൂഖ് ഖുറേഷി, അസീസ് അഫ്താഫ് അൻസാർ, ഷാറൂഖ് ഷെയ്ബ് തുടങ്ങി, പിന്നെ ഈ പറയുന്ന നിദാ ഖാൻ, പിന്നെ ഒരു വനിത കൂടിയുണ്ട്. അതൊരു ഹിന്ദുവാണ്. ആ ഹിന്ദു അവരുടെ കുഴപ്പമെന്ന് വെച്ചാൽ അവരുടെ അടുത്ത് പരാതി പറഞ്ഞിട്ടും അവർ പറയും ബി കൂൾ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നേ, കുഴപ്പമില്ല, പുള്ളിക്കാരി വലിയ അഡ്ജസ്റ്റ്മെൻ്റ് ആളായിരിക്കും, അതുകൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ഹിന്ദു പെൺകുട്ടികളോട് പറയാം. നിങ്ങൾക്ക് അവിടെ എന്താ പ്രശ്നം എന്നറിയോ? നിങ്ങൾ കലിമ ചൊല്ലണം, നിങ്ങൾ നിസ്കരിക്കേണ്ട സമയത്ത് നിസ്കരിക്കണം. ഇതെല്ലാം ചെയ്താൽ നിങ്ങൾക്ക് ശമ്പളാനുകൂല്യം കിട്ടും, നിങ്ങൾക്ക് വർക്ക് ലോഡ് കുറവായിരിക്കും. ഇതിനൊന്നും നിങ്ങൾ തയ്യാറാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ ജോലി ഭാരം അടിച്ചേൽപ്പിക്കും. അതിനുശേഷം ഈ പറയുന്നത് നമ്മളതിനെ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത FIRലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. പ്രതിദിനം ഞാനും കൂടെയാണോ സംസാരിച്ചത്? പ്രിയനുമായിട്ടാണ്. FIRലൊക്കെ പറയുന്നത് എത്ര മോശമായിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് മക്കളൊന്നും കുട്ടികളുണ്ടാകുന്നില്ലെങ്കിൽ ഞാൻ പരിഹാരം ഉണ്ടാക്കാം, നീ ഇന്ന് അജ്മീറിൽ പോയാൽ മതി, ഒരു പെൺകുട്ടി പുതുതായിട്ട് കല്യാണം കഴിച്ച് വന്നപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു, ഹണിമൂൺ വിശേഷങ്ങൾ പറയൂ എന്നൊക്കെ പറഞ്ഞ് 9 FIR ഇട്ടു. 9 FIR ഇട്ടു. എന്നിട്ടാണ് ഇവർ പറയുന്നത് ഹിന്ദുക്കൾ അത് മുസ്ലിങ്ങളെ മോശമാക്കാൻ വേണ്ടിയിട്ട് കെട്ടിച്ചമച്ച കേസാണ്. ഇതിൻ്റെ തെളിവെല്ലാം ഉണ്ട്, എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും ഇതാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഒരു സ്വഭാവം. ഇതാണ് മുസ്ലിം സംഘടനകളുടെ, മുസ്ലിം പാർട്ടികളുടെ ഒക്കെ ലക്ഷണം ഇതാണ്. അതായത് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ പറയുന്നുണ്ട് ഇത് RSSന്റെ അടുത്ത ഗൂഢതന്ത്രമാണ്. RSSകാർ ഞാൻ ഇവരോട് പറയാനുള്ളത്, ഈ തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ ഒരു മേത്തൻമണി ഉണ്ട്, കണ്ടിട്ടുണ്ടോ? മേത്തൻമണി തിരുവനന്തപുരത്ത് പുത്തൻ കണ്ട മൈതാനം കഴിഞ്ഞ് പോകുമ്പോൾ ഒരു മേത്തൻമണി, ഒരു മുസ്ലിം താടിയൊക്കെ വെച്ചിരിക്കുന്ന ഒരു മുസ്ലിമിൻ്റെ തലയ്ക്ക് 2 ആടുകൾ വന്നിടിക്കുകയാണ്. മേത്തൻമണി പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ മേത്തൻമണിയെ കുറിച്ചൊക്കെ പഠിക്കും. ഇപ്പോൾ പറയത്തില്ല, കാരണം മേത്തൻ എന്ന് പറഞ്ഞാൽ ഇത് മോശപ്പെട്ട വാക്കാണ്. അങ്ങനെയല്ല, കേരളത്തിൽ പൊതുവെ അങ്ങനെയായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. മേത്തൻമണി എന്ന് പറഞ്ഞാൽ ഒരു 2 മുട്ടനാടുകൾ വന്ന് ഒരു മുസ്ലിമിൻ്റെ മുഖത്തിട്ട് ഇടിക്കുന്ന ചിത്രമായിരുന്നു. അത് എപ്പോൾ ഉണ്ടാക്കിയതാണെന്നറിയോ? ഒരു വലിയ മേത്തൻ കേരളത്തിലെ ഹിന്ദുക്കളെ ആകെ കൊന്ന് രാമൻ നായരുടെ കൊടിമരത്തിൽ എൻ്റെ കൊടി കെട്ടും എന്ന് പറഞ്ഞ് കുതിരയെ കിട്ടുമെന്ന് പറഞ്ഞൊരുത്തൻ വന്നിരുന്നു. ടിപ്പു സുൽത്താൻ എന്ന് പറഞ്ഞൊരുത്തൻ. അയാളെ വൈക്കം പത്മനാഭപിള്ളയുടെ നേതൃത്വത്തിലുള്ള ചെറുപ്പക്കാരായ സംഘം ആലുവാപ്പുഴയുടെ അക്കരെ വെച്ച് കാല് വെട്ടി ഓടിച്ചു. ജീവിതകാലം മുഴുവൻ പിന്നീട് ടിപ്പു സുൽത്താൻ ചാവുന്നത് വരെ, ജീവിതകാലം ബ്രിട്ടീഷുകാർ തീർത്ത് അയാളെ മുടന്തിയാണ് നടന്നത്. എന്നിട്ട് അയാളുടെ മുദ്രമോതിരം, അയാളുടെ കൊടിക്കൂറ ഇതൊക്കെ പിടിച്ചെടുത്തു. ഇപ്പോൾ തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭൻ്റെ ആറാട്ട് കണ്ടിട്ടുണ്ടോ? ആറാട്ടിൻ്റെ ചിത്രമൊക്കെ കാണണം, ഫോട്ടോ. അത് തിരുവനന്തപുരം റൺവേയിലൂടെയാണ് ഈ ആറാട്ട് കടന്നു പോകുന്നത്. അപ്പോൾ വിമാന സർവീസൊക്കെ നിർത്തിവെക്കും. ആറാട്ടിന് ഏറ്റവും പിന്നിലായി ഒരു ആന എഴുന്നള്ളുന്നുണ്ടാവും. ആനയിൽ പച്ചക്കൊടി ഉണ്ടാവും, ഒരു പച്ചക്കൊടി ചന്ദ്രക്കലയുള്ള മുസ്ലിമുകളുടെ കൊടി പിടിച്ചിട്ടാണ് ഒരു ആന പോവുക. അപ്പോൾ ഇത് കണ്ടിട്ട് പറയും മതേതരത്വത്തിൻ്റെ രൂപം. മതേതരത്വം അല്ല, ഒരു തേങ്ങയല്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ തേങ്ങ പറയുന്നൊരു പ്രശ്നമാണല്ലേ, അന്ന് ഒരു മാങ്ങയുമല്ല, ഒന്നുമല്ല. കാരണം അതെന്താണെന്നറിയോ? കേരള ചരിത്രത്തിലെ ഐതിഹാസികമായ ഒരു ഹിന്ദു വിജയത്തിൻ്റെ പ്രതീകമാണ്. മലബാറിലുള്ള ഹിന്ദുക്കളെ മുഴുവൻ കൊന്ന്, ഹിന്ദു ക്ഷേത്രങ്ങൾ മുഴുവൻ തകർത്ത്, മതം മാറ്റി ഒരു ഭ്രാന്തനെ പോലെ വന്ന ടിപ്പു സുൽത്താനെ തിരുവിതാംകൂറിൻ്റെ അതിർത്തിയിൽ വെച്ച് നെടുങ്കോട്ട കടന്നു വന്നപ്പോൾ തിരുവിതാംകൂർ സൈന്യം പരാജയപ്പെടുത്തി. വൈക്കം പത്മനാഭപിള്ളയുടെ നേതൃത്വത്തിലുള്ള ചെറുപ്പക്കാരുടെ സംഘം, ചാവേർ സംഘം തോൽപ്പിച്ച് ടിപ്പു വെട്ടുകൊണ്ട് ഓടിയപ്പോൾ അന്ന് പിടിച്ചെടുത്തതാണ് ഈ കൊടി. ആ കൊടിയാണ് പത്മനാഭൻ്റെ ആറാട്ടിന് ഒരാനപ്പുറത്ത് എഴുന്നള്ളിക്കുന്നത്. അതായത് ഹിന്ദുവിൻ്റെ വിജയം, തിരുവിതാംകൂറിൻ്റെ വിജയം, കേരളം നേരിട്ട ഏറ്റവും വലിയ ആസൂത്രിതമായ ഇസ്ലാമിക ഭീകരവാദിയെ ചെറുത്തതിന്. വടക്കേ ഇന്ത്യയിൽ ബാബറും ഔറംഗസേബും ഒക്കെ ആയിരുന്നെങ്കിൽ കേരളത്തെ മുടിപ്പിക്കാൻ, ഹിന്ദുക്കളെ വംശഹത്യ ചെയ്യാൻ വന്നത് ടിപ്പു സുൽത്താനായിരുന്നു. ടിപ്പു സുൽത്താനെ തോൽപ്പിച്ച ഹിന്ദുവിൻ്റെ അഭിമാനത്തിൻ്റെ കൊടിയാണ് പത്മനാഭൻ്റെ ആറാട്ടുത്സവത്തിന് ഒരാനപ്പുറത്ത് എഴുതുന്നത്. മതസൗഹാർദ്ദമൊന്നുമല്ല. അവനെ ഞങ്ങൾ ഓടിച്ചു. മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷം തിരുവിതാംകൂറുമാണ് ധർമ്മരാജ എന്നറിയപ്പെടുന്ന രാമവർമ്മ
രാമവർമ്മയെ ഓടിച്ച് തോൽപ്പിച്ച് ശ്രീപത്മനാഭൻ്റെ കുട്ടിമരത്തിൽ, രാമൻ നായരുടെ കൊടിമരത്തിൽ എൻ്റെ കുതിരയെ കിട്ടുമെന്ന് പറഞ്ഞ കേരളത്തിലേക്ക് വന്ന ബാബറാണ്, ഔറംഗസീബായിരുന്നു ആര്? ടിപ്പു സുൽത്താൻ. ആ ടിപ്പുവിനെ തോൽപ്പിച്ചതിൻ്റെ പ്രതീകമാണ്, അന്ന് ഉണ്ടാക്കി വെച്ചതാണ് ആട് വന്ന് നിരന്തരം ഇടിക്കുന്ന ആ മേത്തൻ മണി. കാരണം തിരുവിതാംകൂറിൽ ഇനി മണി മുഴങ്ങണം, സമയം അറിയണം, എങ്ങനെ മേത്തൻ്റെ വായി കൂടെ കേൾക്കണമെന്ന് പറഞ്ഞ് രാജാവ് ഉണ്ടാക്കി വെച്ചതാണ്. ഇത് ആക്ഷേപിക്കാൻ പറ്റത്തില്ല, ചരിത്രമാണ്. അത് ഹിന്ദു അങ്ങനെ നേരിട്ടിട്ടുണ്ട്, ഹിന്ദു പൊരുതി നേടിയിട്ടുണ്ട്. ഹിന്ദുവിൻ്റെ ക്ഷാത്രവീര്യം അങ്ങനെ കേരള ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ അത് പറയാൻ ആളുകൾക്ക് പേടിയാണ്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ പറയുക, നമ്മളെ ഉറപ്പായിട്ടും തെറി പറയാൻ ആളുകൾ വരും കേട്ടോ. മേത്തമ്മണി എന്ന് പറയും, മേത്തമ്മണി ഉണ്ടെന്ന് തിരുവനന്തപുരത്ത് പോയി എപ്പോഴും കാണാം. ഇപ്പോൾ അത് വർക്കിംഗ് ആണോ എന്ന് എനിക്കറിയില്ല. വി രാജേഷാണ് അവിടുത്തെ മേയർ. അപ്പോൾ അത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ട രാജേഷ് ആ മണിയൊന്ന് പുതുക്കി നന്നാക്കി എണ്ണയിട്ട് അതിൻ്റെ യന്ത്രം ശരിയാക്കി ഒന്ന് വർക്ക് ചെയ്യിക്കേണ്ടതാണ്. ചരിത്രമാണ്. ടിപ്പുവിനെ ആരാധിക്കുന്നവരാണ്. കാരണം ഹിന്ദുവിനെ കൊന്നതിൻ്റെ പേരിൽ, ഹിന്ദുവിനെ മതം മാറ്റിയതിൻ്റെ പേരിൽ. കോഴിക്കോട് എന്താണ്, ഇസ്ലാമാബാദ് എന്ന് ഒറ്റമായിരുന്നു ടിപ്പു സുൽത്താൻ കോഴിക്കോടിൻ്റെ പേര് മാറ്റിയത്. നൂറുകണക്കിന് മതം മാറാൻ തയ്യാറാവാത്ത ഹിന്ദുക്കളെ കൊന്നു കെട്ടിത്തൂക്കിയിട്ടുണ്ട് പോരുന്ന വഴിക്കുള്ള മരങ്ങളിലെല്ലാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആനന്ദ് അംബാനിയില്ലേ, അംബാനി വന്നു കേരളത്തിലെ 3 ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കാൻ കോടികൾ കൊടുക്കുമെന്ന് പറഞ്ഞു. 3 ക്ഷേത്രങ്ങളും ടിപ്പു തകർത്ത ക്ഷേത്രങ്ങളാണ്. അപ്പോൾ നമ്മളിതൊക്കെ പറഞ്ഞു പോകണം. ഇതൊന്നും പറയാത്തത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. നമ്മുടെ കുട്ടികൾക്ക് ഈ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പോൾ നിദാഖാൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ നിദാഖാൻ്റെ ഏറ്റവും പുതിയ വാർത്ത വന്നിട്ടുണ്ട്. പ്രതിത പറഞ്ഞില്ലേ, നിദാഖാൻ മുൻകൂർ ജാമ്യാപേക്ഷ തേടിയിട്ടുണ്ട്. മുൻകൂർ ജാമ്യാപേക്ഷ പറയുന്നത്, ഞാൻ കല്യാണം കഴിച്ചിട്ട് 1 മാസമായുള്ളൂ, ഗർഭിണിയാണ്, അതുകൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്യല്ലേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഓർക്കുന്നത് ഡൽഹി കലാപം നടന്നത്. ഡൽഹി കലാപത്തിൽ ഇതുപോലെ ഒരു കുപ്രസിദ്ധയായ ഹിന്ദു വിരുദ്ധയായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളുടെ പേര് സഫൂറ സർഗാർ എന്നാണ്. സഫൂറ സർഗാർ കോടതി ചെന്നിട്ട് പറഞ്ഞെന്നറിയോ, എനിക്ക് വയറ്റിലുണ്ട്, അതുകൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്തത്, ഗർഭം കലങ്ങിപ്പോവും. നാട്ടുകാരുടെ ഹിന്ദുക്കളെ മുഴുവൻ കൊല്ലാൻ അച്ചാരമെടുത്ത ഒരുത്തി പറയുകയാണ്, ഞാൻ പ്രഗ്നൻ്റാണ്, എന്നെ അറസ്റ്റ് ചെയ്യില്ലെന്ന് പറഞ്ഞ് കോടതി ചെന്നപ്പോൾ കോടതി ജാമ്യം കൊടുത്തു. കോടതിക്ക് ഇങ്ങനെ മനുഷ്യത്വം, മതേതരത്വം, കാരണം കൊല്ലുന്നവൻ്റെ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന കുറേ കോടതികൾ നമ്മുടെ രാജ്യത്തുണ്ട്. കൊല്ലപ്പെടുന്നവൻ്റെ മനുഷ്യാവകാശം, അത് ചത്തുപോയില്ല, ഇനി എന്ത് മനുഷ്യാവകാശം? അങ്ങനെ സഫൂറയ്ക്ക് അന്ന് ജാമ്യം കിട്ടിയിരുന്നു. ആ സഫൂറ ലൈനിൽ ഒന്ന് പോയി നോക്ക്. നിദാ ഖാന് മുൻകൂർ ജാമ്യം കിട്ടിയേക്കുന്ന ആരോ ഉപദേശിച്ചുകൊണ്ടിപ്പോൾ മുംബൈയിലെ കോടതിയിൽ മുൻകൂർ ജാമ്യം ഹർജി കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ വിധി വരട്ടെ, നമുക്ക് കാത്തിരിക്കാം. ഏതായാലും ഒരു കാര്യം ഉറപ്പായി, നമ്മൾ പറയുന്ന പോലെ അവിടെ കുറേ പേര് അങ്ങോട്ട് ഒരു പ്രേമം തകർന്നു പോയതിൻ്റെ പേരിലുണ്ടായ സംഭവമൊന്നുമല്ല. ഈ പറയുന്ന ഷാഹിദുമായുള്ള ബന്ധം, ജമാഅത്ത് ഉൽ മൊമിനാത്തുമായിട്ടുള്ള കണക്ഷൻ, ഇതെല്ലാം NIAയുടെ അന്വേഷണ പരിധിയിൽ വരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ വലിയൊരു ഭീകര പ്രവർത്തനമാണ് TCS കേന്ദ്രീകരിച്ച് മതം മാറ്റാൻ വേണ്ടിയിട്ട് സംഘടിതമായി. ഇപ്പോൾ നമ്മൾ പറയും പരസ്യമായി മതം മാറ്റാനുള്ള ശ്രമം നടത്തുന്നത് ക്രിസ്ത്യാനികളാണെന്ന് പറയും. ക്രിസ്ത്യാനികൾ പിന്നെ പാസ്റ്റർമാരൊക്കെ വഴിയുന്ന അല്ലയോ പാപി വരൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് മതം മാറ്റുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല. ഒരു ക്രിമിനൽ സംഘത്തെ പോലെ ഓർഗനൈസ് ചെയ്ത് സെക്ഷുവലി അബ്യൂസ് ചെയ്ത് മതം മാറ്റുകയാണ്. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ TCSലെ സംഭവം നമ്മുടെ മാധ്യമങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്തു. ഏത് മതമാണെന്ന് പറയുന്നില്ല, മതം മാറ്റാൻ ശ്രമിച്ചു. ഏത് മതത്തിലേക്കാണെന്ന് പറയുന്നില്ല, കാരണം വിറയ്ക്കും ഇവരുടെ ചില ഭാഗങ്ങളൊക്കെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക്. അപ്പോൾ ഏതായാലും ഈ TCSലെ സംഭവം ചെറിയ സംഭവമല്ല. നമ്മൾ കണ്ടത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ്. കൂടുതൽ വിവരങ്ങൾ വരുന്ന മുറയ്ക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിർഭയം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും, ഉറപ്പായും പറഞ്ഞുകൊണ്ടിരിക്കും. അത് നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഇത്തരം വാർത്തകളുടെ സത്യാവസ്ഥ കൃത്യമായി ഒന്നും മറച്ചു വയ്ക്കാതെ പറയാൻ ഇന്ത്യ ലൈവ് ഉണ്ടാവും. ഇന്ത്യ ലൈവിൻ്റെ കൂടെ നിങ്ങളും ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു.